നേഴ്സിങ്ങോ? മാത്സ് പഠിച്ചാൽ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുമോ? ഓ പിന്നെന്താ, അത് പോസിബിളാണ്. അല്ല, എനിക്ക് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ, പിന്നെ അങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നത്? ഇതൊരു നോർമൽ നേഴ്സിംഗ് കോഴ്സ് അല്ല. ഇതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ 2 years മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. എൻ്റെ പൊന്ന് സാറേ, ഈ സൂചിക്ക് കുത്ത് മേടിച്ചുള്ള പരിചയമല്ലാതെ ഈ സിറിഞ്ച് ഞാൻ കൈകൊണ്ട് ഓടിക്കും. നമുക്ക് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്ന് അവർക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക്സ് തൊട്ടാണ്. പിന്നെ 2 years കോഴ്സ് ലീഡിങ് ടു രജിസ്ട്രേഷൻ ആണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ല, അതല്ല. 23 years ആയിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ തന്നെ കോളേജാണ്. ഇവിടെയാണല്ലോ എഡ്വിൻ്റെ സിസ്റ്റർ പോകുന്നത്. പിന്നെ വേറെയും യൂണിവേഴ്സിറ്റീസ് ഇവിടെയുണ്ട്. നമ്മൾ ഇല്ലാത്തതൊന്നും പറഞ്ഞങ്ങനെ ഈ അപ്ലിക്കൻസിന് ഹോപ്പൊന്നും കൊടുക്കാറില്ല. അല്ല, അതല്ല സാർ, ഞാൻ പെട്ടെന്ന് അങ്ങനെ വിചാരിക്കില്ല. അപ്പോൾ ഇവിടെ സ്റ്റേ ബാക്ക് ഒക്കെ 2 years കോഴ്സിന് 2 years സ്റ്റേ ബാക്ക് ആണ് ഇമിഗ്രേഷൻ പറയുന്നത്. പിന്നെ ഈ റീജിയണൽ ഏരിയാസിൽ 3 years വരെ കൊടുക്കുന്നുണ്ട്. എഡ്വിൻ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ നഴ്സിംഗ് കോഴ്സ് നോക്കുന്നത്? അതെ, അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ അഡ്മിഷൻ കിട്ടിയെന്ന് വെച്ചിട്ട് വിസ കിട്ടണമെന്ന് അത്ര നിർബന്ധമില്ല. നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് അത്ര ജെന്യുവൻ ആയിട്ടാണെന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺവിൻസ് ചെയ്താലേ നമുക്ക് വിസ അപ്രൂവ് ആയി കിട്ടുള്ളൂ. എൻ്റെ പൊന്ന് സാറേ, 10ാം ക്ലാസ് മുതൽ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ നടക്കുക. അതെങ്ങനെയാ, വീട്ടിൽ ഇരിക്കുമല്ലേ ചാക്കോ മാഷ്? എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ നോക്കുമല്ലേ? ദുട്ട് അത് വീട്ടിൽ നിന്ന് വേണം വരാനായിട്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതിങ്ങ് വരും. കൊഞ്ചം ലേറ്റ് ആണല്ലോ, കണ്ടിപ്പോൾ തിരിഞ്ഞു വരും. ഐ ആം വെയിറ്റിംഗ്.